वेलकम टू माय फेयरवेल व्लॉग। सिंपल है, कुछ लोगों के साथ सिर्फ वक्त बिताने से सब कुछ सही हो जाता है। ഇമോഷൻസിനെ കുറിച്ച് പറയാൻ ഒരു ഇതില്ല, ബിക്കോസ് അറിയില്ല. ഇറ്റ്സ് ലൈക്ക് എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും അപ്പോഴത്തെ ഫീൽ ഒന്നും അറിയില്ല. ബിക്കോസ് ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ 10th ഫെയർവെൽ, 12th ഫെയർവെൽ, അങ്ങനെയൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ പാർട്ട് ഓഫ് ഫെയർവെൽ. പിന്നെ ഫ്രണ്ട്സ് ആയാൽ പോലും ഇനി അത്രയ്ക്കും കുറവ് ഫ്രണ്ട്സ് മാത്രമേ എനിക്കും സ്കൂൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. ബിക്കോസ് ഐ വാസ് കൈൻഡ് ഓഫ് ദാറ്റ് ടൈപ്പ് ഓഫ് ചൈൽഡ്, ലൈക്ക് ഭയങ്കര ഒതുങ്ങി ആ ഒരു ഇത്. സോ ഇപ്പോഴാണ് ആക്ച്വലി കോളേജ് 4 വർഷം ഒരുമിച്ച് 22 ആൾക്കാർ ഫസ്റ്റ് ഡേ തൊട്ട് ഇപ്പോഴത്തെ ലാസ്റ്റ് ഡേ വരെ എല്ലാത്തിലും കൂടെ നിന്ന കുറേ ആൾക്കാർ, എന്തും സംസാരിക്കാൻ പറ്റും എന്ന് തോന്നിയ കുറേ ആൾക്കാർ, എന്തോ ഇറ്റ് വാസ് എ ഫാമിലി. ഇറ്റ് വാസ് എന്ന് പറയാൻ തോന്നില്ല, ഇറ്റ് ഈസ് എ ഫാമിലി. സോ ആ ഫാമിലിയോട് ഒഫീഷ്യലി ബൈ പറയാണ്. പക്ഷെ ബൈ ആയിരിക്കില്ലല്ലോ എല്ലാത്തിനുള്ള എൻഡിങ് അല്ലേ. എന്തായാലും ഇന്ന് ഒഫീഷ്യലി ഇൻറ്റേൺഷിപ്പ് അങ്ങ് കഴിയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1.5 വീക്കോളം കാണും ഓർ മേ ബി ടിൽ വൈവ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് 1.5 വീക്ക് വരെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, കോമ്പൻസേഷൻ ഉണ്ട്. സോ അത് തീർക്കണം. അത് തീർത്തിട്ടായിരിക്കും പോവാം. വൈവ ഡേറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ വൈവ ഡേറ്റ്സും കൂടി ലൈക്ക് വൈവയും കൂടി കഴിഞ്ഞാലാണ് വിൽ ബി ഒഫീഷ്യലി എന്താ പറയുക ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞു എന്ന് ഒഫീഷ്യലി പറയാൻ പറ്റില്ല, അപ്പോഴായിരിക്കും. പക്ഷെ ഫോർ നൗ സോ മോർണിംഗ് എന്തെങ്കിലും പോസ്റ്റിങ്സ് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷമാണ്. സോ നോക്കാം, വിൽ ഗോ ആൻഡ് സീ ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ദെയർ. സോ ഓക്കെ, ഇൻറ്റേൺഷിപ്പിൻ്റെ ലാസ്റ്റ് സിഗ്നേച്ചറും കൂടി രജിസ്റ്ററിൽ ഇട്ട് കഴിഞ്ഞു. സോ ഇനി പോവാൻ ഓൾ സെറ്റ് ആണ്. ഇന്നത്തെ എൻ്റെ ലുക്ക് ബ്ലാക്ക് ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ന്യൂഡ് മേക്കപ്പും ചെയ്തിട്ടുണ്ട്. കേൾസൊക്കെ റിഫ്രഷും ആക്കി കഴിഞ്ഞു. സോ ഫൈനലി ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഫ്രണ്ട് വന്നു പിക്ക് ചെയ്യാനായിട്ട്. സോ ഇപ്പോൾ നമ്മൾ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് സോ ഇതാണ് എൻ്റെ ലുക്ക്. സോ ഇപ്പോൾ പോവാണ്. സോ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് എങ്ങനെയാണ് എല്ലാം നമുക്കൊന്ന് നോക്കാം. അവിടെ ആൾക്കാർ എത്തിയോന്നൊന്നും അറിയില്ല, ബട്ട് വിൽ സീ. സോ ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ക്രൈ. ബൈ. ഫൈനലി നമ്മൾ കോളേജിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓഡിറ്റോറിയമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:30 ആയിക്കഴിഞ്ഞു. വേഗം ഞങ്ങളോട് ഓഡിറ്റോറിയമിലോട്ട് എത്താൻ പറഞ്ഞു. ഇതാണ് കുറേ മെമ്മറീസും നല്ലതും ചീത്തയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞങ്ങളിവിടുന്ന് കൊണ്ടുവന്നത്. ഞങ്ങളിതാ ഇപ്പോൾ ഓഡിറ്റോറിയമിൽ കയറി ടിഷ്യൂ തന്നു കരയുമ്പോൾ തുടയ്ക്കാനായിട്ടും, അതേപോലെ നമുക്കൊരു റോസും തന്നു. നമ്മുടെ ജൂനിയേഴ്സും നമ്മുടെ മാമും സാറും കൂടി നമുക്ക് വേണ്ടി നല്ല പാട്ട് തന്നെ പാടി. നല്ല രസമായിരുന്നു കേൾക്കാൻ. ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു എല്ലാവരും പാടിയത് നമുക്ക് വേണ്ടി. നമുക്ക് വല്ലാത്തൊരു സർപ്രൈസ് തന്നുകൊണ്ട് തന്നെ നമ്മുടെ സീനിയേഴ്സും അതേപോലെ നമ്മളെ വിട്ടു പോയ നമ്മുടെ മാമും എല്ലാവരും നമുക്കൊരു നല്ല മെസ്സേജ് തന്നു. നമ്മളെല്ലാ ഇൻറ്റേൺസിനും വേണ്ടി ഓരോരോ ടൈറ്റിൽസ് വെച്ച് നമുക്ക് സാഷേസ് തന്നു. നമ്മുടെ മാമും സാറും എല്ലാവരും കൂടി നമുക്ക് ആ സാഷേസ് ഇട്ട് തന്നു.
വൈബൊക്കെ ഒന്ന് സെറ്റാക്കാനും അതേപോലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ലൊരു മെമ്മറിയും കൊണ്ട് നമ്മളിവിടുന്ന് പോകാനായിട്ട് നമുക്ക് വേണ്ടി നല്ല കുറേ ഗെയിംസും കളിച്ച് നമ്മളെ നല്ലോണം വൈബ് സെറ്റാക്കാനായിട്ട് ഇരുന്നു. അതേപോലെ നമ്മുടെ ജൂനിയേഴ്സ് എല്ലാവരും കൂടി നമുക്ക് വേണ്ടി നല്ലൊരു ഡാൻസും കളിച്ച് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ഡാൻസ് കാണാനായിട്ട്. നമുക്ക് വേണ്ടി ഇത്രയും വർക്ക് ചെയ്ത് അവരോട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അത്രയ്ക്കും വി ആർ ഔട്ട് ഓഫ് വേർഡ്സ് റൈറ്റ് നൗ. കുറേ സന്തോഷിച്ചു, ചിരിച്ചു, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കരഞ്ഞൊരു മൊമെൻ്റാണ് ഈ ഫെയർവെൽ നമുക്ക് തന്ന്. ഇനി എപ്പോഴാണ് നമ്മൾ കാണാമെന്നുള്ളൊരു ചോദ്യത്തിന് പോലും ഉത്തരവില്ലാത്തൊരു ഫെയർവെൽ. ഫൈനലി നമ്മൾ കേക്ക് മുറിച്ചു. എല്ലാവരും പരസ്പരം കേക്കും കൊടുത്തിട്ടാണ് സന്തോഷത്തോടെ പിരിഞ്ഞു. ഇതാണൊരു ഫാമിലി. ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്സും ഒന്നും പറഞ്ഞിട്ട് ഒതുക്കാൻ പോലും തോന്നില്ല. ഒരു കുടുംബം, അതായിരുന്നു ഞങ്ങളെല്ലാവരും. ഫൈനലി നമുക്കൊരു ഫ്രെയിം തന്നു എല്ലാവർക്കും കൂടി നമ്മുടെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതാ ബ്യൂട്ടിഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്ത ഒരു ബ്രേസ്ലെറ്റും ഉണ്ടായിരുന്നു. അതിൽ ഹാർട്ടിൽ നമ്മുടെ പേരിൻ്റെ ഇനീഷ്യലും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹാൻഡ് ക്രീം തന്നു നമുക്ക്. അതേപോലെ ഒരു ഫേസ് മാസ്കും തന്നിരുന്നു. പിന്നെ ഇതാ ഒരു സാറ്റിൻ്റെ റബ്ബർ ബാൻഡും ഒരു ലിപ്സ്റ്റിക്കും നമുക്ക് തന്നിരുന്നു. ഇറ്റ് വാസ് വെരി തോട്ട്ഫുൾ ഗിഫ്റ്റ്. ഫൈനലി ഈ ഒരു ദിവസം അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ ബാച്ച് എല്ലാവരും കൂടി സേവറിയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. കുറേ വർത്താനം പറഞ്ഞു. ആ 4 കൊല്ലത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നറിയോ, ആ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു. എക്സൈറ്റ്മെൻറ്റും നെർവസ്നെസ്സും എല്ലാം കൊണ്ട് നമ്മളിതാ ഇവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്. ഇനി എപ്പോഴാണ് കാണാമെന്ന് പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. പക്ഷെ കാണണം. ബിക്കോസ് ഇനി നമ്മളൊരു ഫ്രണ്ട്സ് അല്ല, ഫാമിലി ആയിട്ടാണ് കാണാൻ പോകുന്നത്. कैसी तेरी खुद गर्जी ना धूप चुने ना छाँव, कैसी तेरी खुद गर्जी किसी ठोर टिके ना पाँव, कैसी तेरी खुद गर्जी ना धूप चुने ना छाँव, कैसी तेरी खुद गर्जी किसी ठोर टिके ना पाँव. बन लिया अपना पैगंबर, तर लिया तू 7 समुंदर, फिर भी सूखा मन के अंदर क्यों